നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരതത്തിലും മറ്റൊരു ട്രെയിനിലും ഉണ്ടായ സംഭവവികാസങ്ങൾ ജനങ്ങളെ ഒന്നടങ്കം പരിഭ്രാന്തിയിലാക്കിയ സംഭവവികാസം. യാത്രക്കാർ ഇനി മേലാൽ ട്രെയിനിൽ കയറണ്ട എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന സംഭവം. ട്രാക്കിലൂടെ 100-110 സ്പീഡിൽ കുതിച്ച ട്രെയിനിന് നേരെ വ്യാപക ആക്രമണം. താനൂരിന് സമീപം എത്തിയപ്പോഴാണ് സംഭവം നടന്നത്. വന്ദേ ഭാരത് ട്രെയിനിന് നേരെയാണ് കല്ലേറ് ഉണ്ടാകുന്നത്. മലപ്പുറം താനൂരിനും തിരൂരിനും ഇടയിൽ വെച്ചാണ് കല്ലേറ് ഉണ്ടായത്. കല്ലേറിൽ C7 കോച്ചിലെ ചില്ല് തകർന്ന് വീഴുകയായിരുന്നു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ യാത്രക്കാർക്ക് പരിക്കില്ലെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നിലവിൽ ട്രെയിൻ യാത്ര ഇപ്പോഴും തുടരുകയാണ്. നേരത്തെയും വന്ദേ ഭാരതിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കല്ലേറിൽ ചില്ല് തകർന്നുൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വളരെ വിജയകരമായാണ് വന്ദേ ഭാരത് സർവീസുകൾ സംസ്ഥാനത്ത് തുടരുന്നത്. കേരളത്തിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഓടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസവും വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ യുവാവിനെ കൈയോടെ പൊക്കി. ആളെ പിടികൂടിയതും സംസാരിക്കുന്നതെല്ലാം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളായിരുന്നു. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ ഒരാളാണ് പിടിയിലായത്. വെള്ളറക്കാട് വെച്ചാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അംഗങ്ങൾ ഇയാളെ പിടികൂടിയത്. പിടികൂടിയപ്പോൾ ഹിന്ദി സംസാരിക്കുന്നയാളാണെന്നും ചന്ദ്രു എന്നാണ് പേരെന്നും പറഞ്ഞെങ്കിലും പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഇയാളെ കോഴിക്കോട് കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 തിക്കോടിക്കും നന്ദി ബസാറിനും ഇടയിൽ വെച്ചാണ് ട്രെയിനിന് നേരെ കല്ലേറ് ഉണ്ടായത്. അതേസമയം ട്രെയിനിന്റെ 2 ഗ്ലാസുകൾ കല്ലേറിൽ തകർന്നെങ്കിലും യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ലോക്കോ പൈലറ്റ് ഉടനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് സന്ദേശം കൈമാറിയതിനെ തുടർന്ന് വടകര സ്റ്റേഷനിൽ നിന്ന് എത്തി RPF ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. അതേസമയം ആലപ്പുഴ എക്സ്പ്രസിൽ നിന്ന് വേർപെടുത്തിയ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിലെത്തിച്ച കോച്ചിൽ അജ്ഞാതമായി അഴുകിയ മൃതദേഹം കണ്ടെത്തി. ഫാൻ തകരാറിനെ തുടർന്ന് 10 ദിവസത്തിലേറെയായി നിർത്തിയിട്ടിരുന്ന കോച്ചിൽ നിന്നാണ് 50 വയസ്സിലേറെ പ്രായം തോന്നുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. 7 ദിവസത്തോളം പഴക്കമുണ്ടെന്നും പുഴുവരിച്ച നിലയിലായിരുന്നുവെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. കോച്ചിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി റെയിൽവേ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയായിരുന്നു. ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള സ്ത്രീ ഭിക്ഷാടകയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. സ്ത്രീ ഈ കോച്ചിനടുത്തേക്ക് നടക്കുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. മരണത്തിനിടയാക്കിയ സാഹചര്യം അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നിരവധി ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ കോച്ചുകൾ, അതായത് കാട് പിടിച്ച് കിടക്കുന്ന റെയിൽവേ യാർഡിന്റെ സമീപത്തിരുന്ന കോച്ചുകളിൽ ഇത്തരത്തിലുള്ള പല വൃത്തികെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോലും ഈ ഒരു ഭാഗത്തെ ഇവർ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. അതിൽ പോലീസ് ഒരു നിരീക്ഷണം, RPF നിരീക്ഷണം എല്ലാ സമയവും ഇവിടെ വേണമെന്ന ആവശ്യം ഉയരുകയാണ്.